ഹായ് ഫ്രണ്ട്സ്, ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കാതിരുന്നാൽ എങ്ങനെയല്ലേ? അതുകൊണ്ട് ഞാൻ എഗ്ഗിൻ്റെ ഒരു ടോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ഈസ്റ്റർ എഗ്ഗായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു എഗ്ഗ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്ന കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഔട്ടർ ലൈനർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് വരച്ചെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടൊരു ഫ്ലവറാണ് വരച്ചെടുക്കുന്നത്. ജസ്റ്റ് തട്ടിക്കൂട്ടി ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ ചുറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങി കിട്ടണം. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കളേഴ്സ് ഉപയോഗിച്ച് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ഈ കളർ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ കൈയൊന്നും തൊടാതെ ഡ്രൈ ആകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഞാൻ വേറൊരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് യെല്ലോ കളർ ആയതുകൊണ്ട് അതിൽ റെഡ് ഫ്ലവറും കൂടെ വന്നപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നട്ട്സാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇത് മതി. ഇതിനകത്ത് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഫില്ല് ചെയ്യാനായിട്ട് ചോക്ലേറ്റ്സ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഒന്നിൽ ഗിഫ്റ്റ് പോലെ കുറച്ച് ഹെയർ പിൻസാണ് വെച്ചിട്ടുള്ളത്. ഒന്നിനകത്ത് ചോക്ലേറ്റിന് പകരം നട്ട്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസ്റ്റർ എഗ്ഗിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് ഈസ്റ്റർ എഗ്ഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.